ലോക നന്മയ്ക്കായി ദശാവതാരമെടുത്ത സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ലോകത്തിലെ സർവ്വചരാചരങ്ങൾക്ക് നന്മ വരുത്തുന്നതിനു വേണ്ടി ഭഗവാൻ അരുളി ചെയ്ത മഹത് ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയിൽ തൻ്റെ പ്രിയപ്പെട്ട ഭക്തന്മാരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഭഗവാൻ അരുളി ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ആരോടും ദേഷ്യഭാവമില്ലാത്തവനും സർവഭൂതങ്ങളോടും മിതത്വം പുലർത്തുന്നവനും കരുണയുള്ളവനും ആരോടും പ്രത്യേകിച്ച് മമതയില്ലാത്തവനും അഹങ്കാരമില്ലാത്തവനും ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവമില്ലാത്തവനും സുഖദുഃഖങ്ങളെ സമമായി കരുതുന്നവനും ക്ഷമാശീലമുള്ളവനും സദാസമയം സന്തുഷ്ടനായിരിക്കുന്നവനും ദൃഢനിശ്ചയമുള്ളവനും മനസ്സും ബുദ്ധിയും എന്നിൽ പൂർണ്ണമായി അർപ്പിച്ചിരിക്കുന്നവനുമായ എൻ്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ തന്നെയാണ്. ഈ ലക്ഷണങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളും ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാർ തന്നെയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഓം നമോ നാരായണ. ലോക നന്മയ്ക്കായി ദശാവതാരമെടുത്ത സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ലോകത്തിലെ സർവ്വചരാചരങ്ങൾക്ക് നന്മ വരുത്തുന്നതിനു വേണ്ടി ഭഗവാൻ അരുളി ചെയ്ത മഹത് ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയിൽ തൻ്റെ പ്രിയപ്പെട്ട ഭക്തന്മാരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഭഗവാൻ അരുളി ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ആരോടും ദേഷ്യഭാവമില്ലാത്തവനും സർവഭൂതങ്ങളോടും മിതത്വം പുലർത്തുന്നവനും കരുണയുള്ളവനും ആരോടും പ്രത്യേകിച്ച് മമതയില്ലാത്തവനും അഹങ്കാരമില്ലാത്തവനും ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവമില്ലാത്തവനും സുഖദുഃഖങ്ങളെ സമമായി കരുതുന്നവനും ക്ഷമാശീലമുള്ളവനും സദാസമയം സന്തുഷ്ടനായിരിക്കുന്നവനും ദൃഢനിശ്ചയമുള്ളവനും മനസ്സും ബുദ്ധിയും എന്നിൽ പൂർണ്ണമായി അർപ്പിച്ചിരിക്കുന്നവനുമായ എൻ്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ തന്നെയാണ്. ഈ ലക്ഷണങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളും ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാർ തന്നെയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഓം നമോ നാരായണ.